ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ റെസിപ്പി തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ബട്ടർ ചിക്കൻ ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഞാനിവിടെ ബോണോട് കൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബോണോട് കൂടിയോ അല്ലാതെയോ ചിക്കൻ എടുക്കാം. അത് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേമാതിരി ചെറിയ പീസസ് ആയിട്ട് എടുക്കുക. ഇനി ആദ്യം തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പം ഒരു 1 hour നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് 1 hourന് മുമ്പ് തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആദ്യം മാരിനേഷനിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല, ഇത്രയും തന്നെ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ വിനാഗിരി ഒഴിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് ഇതെല്ലായിടത്തേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ 1 hour നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ബട്ടർ ഇടുക കേട്ടോ. ബട്ടറൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു സവാള നന്നായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട കേട്ടോ, ചെറുതായിട്ട് വാട്ടി വന്നാൽ മതി. നമുക്കിത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി സവാള ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു വലിയ പച്ചമുളകിൻ്റെ ഒരു പകുതി ഭാഗം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത് കേട്ടോ. നന്നായിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതും ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം ഞാൻ ഇവിടെ ഒരു 20 കാഷ്യൂനട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൊടുക്കുന്നത് ഈ കാഷ്യൂനട്ടാണ് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷേ എൻ്റെ ഈ ഒരു ക്വാണ്ടിറ്റി ചിക്കന് ഈ ഒരു അളവിൽ മതിയാവും. അതുകൊണ്ട് ഞാൻ അത്ര എടുത്തോളൂ. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. അത് ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല എടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടിയും ഈ ഒരു തക്കാളി സവാള ആ ഒരു മിക്സും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറി ഇതേമാതിരി ഒന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടി കളറൊക്കെ കിട്ടും. ഇനി ഞാൻ ഈ ഒരു കപ്പിന് ഒരു 1.5 കപ്പ് അളവ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 20 മിനിറ്റോളം 15 തൊട്ട് ഒരു 20 മിനിറ്റ് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു തക്കാളി ഈ ഒരു മിക്സിനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മളിത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും ഞാനിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വറ്റാൻ നിൽക്കേണ്ടത്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മളൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി അതേ പാൻ തന്നെ നമ്മളൊന്ന് കഴുകിയതിന് ശേഷം
ഞാൻ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഇപ്പം നന്നായിട്ട് മാരിനേറ്റ് ആയി കാണും. ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം കണ്ടോ ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ അതൊന്നും കൂടി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. കാരണം നമ്മളിനി ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ചിക്കനെ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് അങ്ങ് മൊരിച്ചെടുക്കരുത്. ഇതിനകത്തൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം. എന്നാൽ തന്നെയും പുറം ഭാഗത്തെ ആ ഒരു കളർ ചേഞ്ച് വരികയും അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യണം കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ നമ്മൾ തക്കാളി സവാള മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതേ സമയം തന്നെ ഞാനൊരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്രീം ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീമും കുക്കിംഗ് ക്രീമും ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കൂടിയാലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഇനി ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈം സ്റ്റൗ ഓഫ് ചെയ്യുക. 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.